നമ്മൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോഴേ അധികാരത്തിന് വേണ്ടി ധാരാളം തെറ്റായ മാർഗങ്ങളെ ചെയ്തു കൂട്ടുന്നതായിട്ട് നാം കണ്ടിട്ടുണ്ട്. ഓസ്കർ വൈൽഡ് എന്ന് പറയുന്ന ആംഗലേയ സാഹിത്യകാരൻ പറയുന്നുണ്ട്, ഡാൻഡീസ് ആൻഡ് ഡാർലിങ്സ് റൂൾ ദ വേൾഡ് എന്നാണ്. സുന്ദരന്മാരും സുന്ദരികളുമാണ് ഈ ലോകം ഭരിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് 2000 വർഷം മുൻപ് ഈജിപ്തിലെ BC 69 ജനിച്ച് ജീവിച്ച് ഈജിപ്തിലെ റാണിയായി മാറിയ ക്ലിയോപാട്രയെ പറ്റിയാണ്. ക്ലിയോപാട്രയെ പറ്റി എല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട്. ഗ്രീസിലെ അലക്സാണ്ടർ ചക്രവർത്തിയുടെ ഒരു കമാൻഡറായിരുന്ന ടോളമി ലാഗോസ് എന്ന് പറയുന്ന ആളുടെ ടോളമി 12 അദ്ദേഹത്തിൻ്റെ പുത്രിയായിരുന്നു ക്ലിയോപാട്ര. വാസ്തവത്തിൽ ക്ലിയോപാട്രയുടെ സിരകൾ ഒഴുകിയിരുന്നത് ഗ്രീക്ക് രക്തമായിരുന്നു. ഇവർ ഈജിപ്തിൽ വന്നിട്ട് 300 വർഷക്കാലം ടോളമി രാജവംശം സ്ഥാപിച്ച് രാജാക്കന്മാരോട് ഭരണം നടത്തി. ക്ലിയോപാട്ര അവർക്ക് 19 വയസ്സുള്ളപ്പോൾ അവരുടെ പിതാവ് ടോളമി രാജാവ് മരിച്ചുപോയി. അന്നു മുതൽ അവർ ഈജിപ്തിലെ റാണിയാകുന്ന കാര്യം സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ തൻ്റെ സഹോദരനുമായി അധികാരം പങ്കിടേണ്ടി വന്നു. സഹോദരൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് ക്ലിയോപാട്ര ഓടി സിറിയയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. എന്നാൽ തൻ്റെ കിരീടം തിരിച്ചു പിടിക്കണം, എനിക്ക് ഈജിപ്തിലെ റാണിയാകണം എന്നുള്ള കലശലായ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് റോമൻ അധീശത്വം ഈജിപ്തിലേക്ക് നീണ്ടുവരുന്നതും ജൂലിയസ് സീസർ എന്ന് പറഞ്ഞ ജനറൽ സിറിയയിലേക്ക് വരുന്നതും. അവരെ സിറിയയിൽ പോയി സീസറിനെ കാണാൻ തീരുമാനിച്ചു. പക്ഷേ അവരെ കൊന്നുകളയുമെന്നുള്ള ഭയം ഉള്ളതുകൊണ്ട് അവരെ ഒരു കാർപ്പറ്റിൽ ഒളിച്ചു കിടന്നാണ് സീസറിനെ കാണാനായിട്ട് എത്തിയത്. ജൂലിയസ് സീസറിനോട് തൻ്റെ ആഗ്രഹം പറഞ്ഞു, എനിക്ക് ഈജിപ്തിലെ റാണിയാകണമെന്ന് പറഞ്ഞു. അതിനുള്ള എല്ലാ സഹായവും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ സ്നേഹബന്ധത്തിലായി. ചുരുക്കത്തിൽ സീസറുടെ സഹായത്തോടു കൂടി ക്ലിയോപാട്ര ഈജിപ്തിലെ റാണിയായി മാറി. ക്ലിയോപാട്ര വലിയ സുന്ദരിയായിരുന്നു. ക്ലിയോപാട്ര വലിയ ബുദ്ധിമതിയായിരുന്നു. കൂടാതെ ഈജിപ്തിലെ വലിയ സമ്പത്തിൻ്റെ ഉടമയുമായിരുന്നു. ധാരാളം സമ്പത്തുണ്ട്, നല്ല ബുദ്ധിമതിയാണ്. ഏതാണ്ട് 10 ഭാഷകൾ അവർക്കറിയാമായിരുന്നു. അലക്സാണ്ട്രിയ എന്ന് പറയുന്ന പട്ടണം വലിയൊരു പട്ടണമായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, അലക്സാണ്ട്രിയയിൽ വലിയ ലൈബ്രറി ഉണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ ബുദ്ധിയും സൗന്ദര്യവും സമ്പത്തും ഉപയോഗിച്ച് ലോകത്തിലെ വലിയ മഹാറാണിയായി ക്ലിയോപാട്ര മാറി. സീസറുമായിട്ടുള്ള ബന്ധത്തിൽ അവരെ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. ക്ലിയോപാട്രയ്ക്ക് വയസ്സ് 21, സീസറിന് വയസ്സ് 52. അവർക്കൊരു കുട്ടി ജനിച്ചു. ആ കുട്ടിയുടെ പേരായിരുന്നു സീസേറിയൻ ടോളമി. എന്നാൽ ഏറെ താമസിയാതെ സീസർ മരിച്ചുപോയി. BC 44 സീസർ അന്തരിച്ചു. മാർക്ക് ആൻ്റണി എന്ന് പേരെന്ന് പറയുന്ന മറ്റൊരു ഭരണാധിപനും റോമിലെ കുറേ സെനറ്റേഴ്സും കൂടിയാണ് സീസറിനെ കൊന്നുകളഞ്ഞത്. പിന്നീട് റോമിൽ അധികാരത്തിൽ വരുന്നത് മാർക്ക് ആൻ്റണിയാണ്. മാർക്ക് ആൻ്റണിയും ഒരു ലോക സാമ്രാജ്യം സ്വപ്നം കണ്ടു. തനിക്കതിന് സമ്പത്ത് വേണം. ക്ലിയോപാട്രയുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്. അങ്ങനെ മാർക്ക് ആൻ്റണിയും ക്ലിയോപാട്രയുമായി അടുത്തു. ലവ് ആൻഡ് ലക്ഷറി ക്യാരക്ടറൈസ്ഡ് ദർ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് പറയുന്നത്. സ്നേഹവും സുഖസൗകര്യങ്ങളും, ലവ് ആൻഡ് ലക്ഷറി ക്യാരക്ടറൈസ്ഡ് ദർ ഫ്രണ്ട്ഷിപ്പ്. അങ്ങനെ അവരെ വീണ്ടും പ്രണയബദ്ധരായി. അവരും ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു. അവർക്ക് 3 കുട്ടികളുണ്ടായി. അങ്ങനെ അവർ ലോക സാമ്രാജ്യം സ്വപ്നം കണ്ട് താമസിക്കുമ്പോൾ, അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ
ആൻ്റണിയുടെ റൈവലായിരുന്നു ഒക്ടേവിയൻ. ഒക്ടേവിയനും മാർക്ക് ആൻ്റണിയുമായിട്ട് ഏറ്റുമുട്ടി. ആ സമയത്ത് ആൻ്റണിക്കൊരു വാർത്ത കിട്ടി, ക്ലിയോപാട്ര അന്തരിച്ചുവെന്ന്. ക്ലിയോപാട്ര മരിച്ചുപോയി എന്നൊരു വാർത്ത കേട്ടു. പക്ഷേ ആ വാർത്ത ശരിയായിരുന്നില്ല. പക്ഷേ മാർക്ക് ആൻ്റണി തൻ്റെ വാളെടുത്ത് സ്വയം വെട്ടി മരിക്കുകയായിരുന്നു. അങ്ങനെ ആൻ്റണി മരിച്ചു. അപ്പോൾ സീസറുമായും ആൻ്റണിയുമായും ഈ രണ്ടുപേരുമായിട്ട് ക്ലിയോപാട്ര തൻ്റെ സൗന്ദര്യവും സുഖസൗകര്യങ്ങളുമെല്ലാം പങ്കുവച്ചു. അങ്ങനെ ഈജിപ്തിലെ മഹാറാണിയായി തീർന്നു. എന്നാൽ അടുത്ത ഭരണാധിപൻ, റോമിൻ്റെ ഒരു ഭാഗത്ത് ഭരിച്ചിരുന്ന മാർക്ക് ആൻ്റണിയെപ്പോലെ തന്നെ ഭരിച്ചിരുന്ന ഒക്ടേവിയൻ സീസർ എന്നാണ് അറിയപ്പെടുന്നത്. ഒക്ടേവിയൻ അടുത്ത ഭരണാധിപനായി. അങ്ങനെ അടുത്ത ഭരണാധിപനായിരുന്ന ഒക്ടേവിയന് ക്ലിയോപാട്രയ്ക്ക് കയ്യിൽ കിട്ടിയില്ല. ഒക്ടേവിയനെ ശരിക്കും ഭയമായിരുന്നു. തന്നെ ഒരു അടിമയായി പിടിച്ചുകൊണ്ടുപോയി റോമിൽ പരേഡ് ചെയ്യിക്കുമോ എന്നായിരുന്നു ക്ലിയോപാട്രയുടെ ഭയം. അതുകൊണ്ട് ക്ലിയോപാട്ര തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. ഒരു പാമ്പിൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറോടണച്ച് അതിൻ്റെ കടിയേൽപ്പിച്ച് ആ വിഷം മൂലം ആത്മഹത്യ ചെയ്യായിരുന്നു ക്ലിയോപാട്ര. ക്ലിയോപാട്ര മരിക്കുമ്പോൾ ക്ലിയോപാട്രയ്ക്ക് 39 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അധികാരത്തിൽ വരുവാൻ വേണ്ടി സമ്പത്തും സൗന്ദര്യവും എല്ലാ സുഖസൗകര്യങ്ങളും ഉപയോഗിച്ച് ചതിയും വഞ്ചനയും കാണിച്ച് തൻ്റെ സഹോദരനെ കൊന്നുകളഞ്ഞ്, തനിക്കുള്ള എല്ലാ റൈവൽസിനെയും തട്ടിമാറ്റി കൊന്നുകളഞ്ഞ് സീസറിൻ്റെയും മാർക്ക് ആൻ്റണിയുടെയും സഹായത്തോടുകൂടിയാണ് ക്ലിയോപാട്ര അധികാരത്തിലിരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അധാർമിക രാഷ്ട്രീയം അധികാരത്തിൽ വരാൻ ഏത് വിധേനയും ഏത് ചതിയും വഞ്ചനയും കാലുമാറ്റവും കൂറുമാറ്റവും എല്ലാം പ്രയോഗിച്ച് അധികാരത്തിൽ വരുന്ന അധാർമികതയുടെ രാഷ്ട്രീയം, അതിന് വലിയ ആയുസില്ല എന്നാണ് നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കുന്നത്. കഥയല്ല, സംഭവമാണ്. ലോകചരിത്രത്തിലെ ഒരേടാണ്. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് അധാർമിക രാഷ്ട്രീയത്തിന് വലിയ ആയുസില്ല എന്നുള്ളതാണ്. സീസർ നേരത്തെ മരിച്ചു, മാർക്ക് ആൻ്റണിയും മരിച്ചു, ക്ലിയോപാട്രയും ആത്മഹത്യ ചെയ്തു. നമ്മുടെ ഭാരത രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മളെ നല്ല രാഷ്ട്രീയം പഠിപ്പിച്ച ആളുകൾ ഇവിടെയുണ്ട്. അശോക ചക്രവർത്തിയെപ്പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കലിംഗ യുദ്ധം കഴിഞ്ഞിട്ട് ആയുധങ്ങളെല്ലാം താത്തുവെച്ചിട്ട് ധർമ്മമാണ് ശരി, സത്യമേവ ജയതേ എന്ന് അശോക ചക്രവർത്തി പഠിപ്പിച്ചു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു. ഇനി യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തു. അതുപോലെ തന്നെ ലോക രാഷ്ട്രീയത്തിലെ നല്ല രാഷ്ട്രീയം, അധികാരം ജനങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് നമ്മളെ പഠിപ്പിച്ച പേഷ്യൻസ് ആൻഡ് ജെൻറ്റിൽനെസ് ഈസ് പവർ, പേഷ്യൻസ് ആൻഡ് ജെൻറ്റിൽനെസ് ഈസ് പവർ എന്ന് നമ്മളെ പഠിപ്പിച്ച അനേക നേതാക്കന്മാരുണ്ട്. നമ്മുടെ ഗാന്ധിജിയും അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കണും ആ പാരമ്പര്യത്തിലുള്ള നെഹ്റുവും അമേരിക്കയിലെ തന്നെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ, ഇവരൊക്കെ സമാധാനവും ശാന്തിയും ഈ ലോകത്തുണ്ടാകണം എന്ന് നമ്മളെ പഠിപ്പിച്ചവരാണ്. അപ്പോൾ ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാകുന്നത് രാഷ്ട്രീയത്തിൽ അധാർമിക വലിയ ആയുസില്ല. അധാർമികമായ മാർഗത്തിൽ കൂടി ചിലപ്പോൾ അധികാരത്തിൽ വന്നേക്കാം, പക്ഷേ അതിനൊന്നും വലിയ നീണ്ട നിലനിൽപ്പില്ല. തന്നെയുമല്ല, രാഷ്ട്രീയക്കാർ എന്തുമെന്നും മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അധികാരം നല്ലതാണ്, അധികാരം ജനനന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് എന്ന് മനസ്സിലെപ്പോഴും കുറിച്ചിട്ടുകൊണ്ട് വേണം പ്രവർത്തിക്കുവാൻ എന്നുള്ളതാണ്.